ഹലോ എവരിവൺ, നമ്മൾ ഒളിമ്പിയാഡ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ട്രൂ എന്നുള്ളതാണ്. ഓക്കെ, ഒരു 4 സ്റ്റേറ്റ്മെന്റ്സിന്റെ അതിൽ ഏതാണ് ട്രൂ എന്നുള്ളത് ഫസ്റ്റ് നോക്കാം. 1 ആൻഡ് -1 ആർ റെസിപ്രോക്കൽസ് ഓഫ് ദംസെൽവ്സ്. ഓക്കെ, 1ഉം -1ഉം. ഇപ്പൊ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ 5 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ടെങ്കിൽ അയാളുടെ റെസിപ്രോക്കൽ എന്താ? 1/5 ആണ്. നേരെ റിവേഴ്സ് ചെയ്യുക, അതിനാണ് റെസിപ്രോക്കൽ എന്ന് പറയുന്നത്. 10 ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ എന്താ? നേരെ റിവേഴ്സ് ചെയ്താൽ 1/10 ആയിരുന്നു. -2 ഉണ്ടായിരുന്നെങ്കിൽ അയാൾ റെസിപ്രോക്കൽ എന്താ? നേരെ റിവേഴ്സ് ചെയ്യുക, -1/2 എന്ന് വരും. 1/-2 എന്ന് പറഞ്ഞാലും -1/2 എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. ഇനിയോ 2/3 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ ഉണ്ടെങ്കിൽ അയാളുടെ റെസിപ്രോക്കൽ എന്താ? നേരെ തിരിച്ചാൽ മതി, 3/2 ആവും. അല്ലേ? -4/5 എന്നുള്ള ഒരു ഫ്രാക്ഷൻ ഉണ്ടെങ്കിൽ അയാളുടെ റെസിപ്രോക്കൽ എന്താ? തിരിക്കുക, -5/4 ആവും. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിലുള്ള നെഗറ്റീവും പോസിറ്റീവും എങ്ങനെ വന്നാലും റെസിപ്രോക്കൽ കാണുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ 1 എന്ന് പറയുന്ന നമ്പർ ആണെങ്കിലോ, 1 എന്ന് പറയുന്ന നമ്പറിന്റെ റെസിപ്രോക്കൽ എന്താ വരിക? 1/1 ആവും. അല്ലേ? തിരിച്ചിട്ടാലും 1/1 തന്നെയാണ് വരിക. അതിന്റെ ആൻസർ എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. 1ന് റെസിപ്രോക്കൽ എന്ത് തന്നെയാണ്? 1 ആണ്. ഇനി -1 ആണെങ്കിലോ, -1നെ തിരിച്ചിട്ടാണെങ്കിൽ 1/-1 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? -1 തന്നെയാണ്. 1 ആയാലും -1 ആയാലും അവരുടെ റെസിപ്രോക്കൽസ് അതേ നമ്പർ തന്നെയാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ അതാണ് ഓപ്ഷൻ എ പറയുന്നത്, അത് ട്രൂ ആണ്. അപ്പോൾ അത് ട്രൂ ആയതുകൊണ്ട് ഓപ്ഷൻ എ എന്നുള്ളത് ആൻസർ ചെയ്യരുത്. കാരണം ഓപ്ഷൻ ഡി ഇവിടെ ഉള്ളത് എന്താണ്? ഓൾ ഓഫ് ദ എബോവ് ഉണ്ട്. അപ്പോൾ വേറെ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റും കൂടി ശരിയാണോ അല്ലേ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ മാർക്ക് പോകും. അടുത്ത് നോക്കാം. 0 ഹാസ് നോ റെസിപ്രോക്കൽ, അതാണ് ബി ഓപ്ഷൻ. 0 എന്ന് പറയുന്ന നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ അയാളുടെ റെസിപ്രോക്കൽ എന്താ വരിക? 1/0. നേരെ റിവേഴ്സ് ചെയ്യുക, 1/0. പക്ഷേ ഈ 1/0 എന്നുള്ളത് ഡിഫൈൻഡ് അല്ല. ഡിനോമിനേറ്ററിൽ 0 വരാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഡിനോമിനേറ്റർ 0 വന്നാൽ ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ 0ക്ക് എന്തില്ല? റെസിപ്രോക്കൽ ഇല്ല. എന്തുകൊണ്ടാണ് റെസിപ്രോക്കൽ ഇല്ലാത്തത്? 0 ഡിനോമിനേറ്ററിൽ വന്നിട്ടുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ നമുക്ക് കഴിയില്ല, അത് ഡിഫൈൻഡ് അല്ല. അപ്പോൾ ഇതും എന്താണ്? ട്രൂ ആണ്. 0 ഹാസ് നോ റെസിപ്രോക്കൽ, ട്രൂ ആണ്. അപ്പോൾ രണ്ടെണ്ണം ട്രൂ ആയാൽ തന്നെ നമുക്ക് ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയാം, അല്ലേ? കാരണം രണ്ടെണ്ണം ട്രൂ ആയാൽ ഒബ്വിയസ്ലി തേർഡ് വണ്ണും ട്രൂ ആവും, കാരണം ഓൾ ഓഫ് ദ അബോവ് ഉള്ളതുകൊണ്ട്. ഇനി സി ഓപ്ഷൻ വേണമെങ്കിൽ നോക്കാം. ദ പ്രൊഡക്റ്റ് ഓഫ് 2 റാഷണൽ നമ്പേഴ്സ് ഈസ് എ റാഷണൽ നമ്പർ. കറക്റ്റ് അല്ലേ? അല്ലേ? റാഷണലും ഇറാഷണലും ഒക്കെ വരുമ്പോഴല്ലേ അവിടെ കൺഫ്യൂഷൻസ് ഉള്ളൂ. രണ്ട് റാഷണൽ നമ്പർ തമ്മിൽ പ്രൊഡക്റ്റ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്ത് തന്നെയായിരിക്കും? റാഷണൽ നമ്പർ തന്നെയായിരിക്കും. ഇതും നമ്മുടെ ബേസിക് മാത്തിലെ ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ട്, നമ്പർ സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്ത്. അവിടെ ഓരോ നമ്പർ സിസ്റ്റം, ഇൻഡിജേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, അതുപോലെ നെഗറ്റീവ് ഇൻഡിജേഴ്സ്, പോസിറ്റീവ് ഇൻഡിജേഴ്സ്, റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ്, ഇതൊക്കെ എന്താണെന്ന് കൃത്യമായിട്ട് നമ്മളവിടെ പറയുന്നുണ്ട്. അപ്പോൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമ്മുടെ P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ് എന്നാണ് നമ്മൾ അതിന് പറയാറുള്ളത്. അതിന് ഡെഫിനിഷനും കാര്യങ്ങളൊന്നും ഞാൻ വീണ്ടും പറയുന്നില്ല. ഓൾറെഡി നമ്മുടെ ബേസിക് മാത്ത് കോഴ്സിൽ നമ്മൾ കവർ ചെയ്തിട്ടുള്ള പോർഷൻസ് ആണ്. അതറിയാത്ത ആളുകൾക്കുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ബേസിക് മാത്ത് കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ ആൻസർ, ഓൾ ഓഫ് ദ അബോവ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് ഓപ്ഷൻ ട്രൂ ആണെന്ന് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് അത് തന്നെ ആൻസർ ചെയ്തിട്ട് പോകാൻ പാടില്ല. കാരണം ഓൾ ഓഫ് ദ അബോവ് എന്ന് പറയുന്ന ഓപ്ഷൻ അതിലുണ്ട്. സോ വേറെ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളതും കൂടി എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ഈവൻ ഇതിൽ നിങ്ങൾക്ക് ബിയോ സിയോ രണ്ടും അറിയില്ല എന്നുണ്ടെങ്കിലും അതിൽ ഏതെങ്കിലും ഒന്ന് കറക്റ്റ് ആണെന്ന് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്നുള്ള കൺക്ലൂഷനിലോട്ട് എത്തും. ഓക്കെ, ഇങ്ങനെയാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. നമ്മുടെ സ്കൂൾ എക്സാം പോലെയല്ല, ഇതിൽ എന്തുണ്ടാവും? ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നൊക്കെ അറിയണമെങ്കിൽ ഇതുപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം? പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളതാണ്. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്